ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവനയോട് മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയും ചോദിക്കുകയാണ്, നീ ഞങ്ങൾക്ക് മാനസയെ വിട്ടു തരികയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞയച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ മാനസയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഭാവന മനസ്സിലാക്കുകയാണ്. സുനിൽ ശർമ്മയും മാനസയും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള കാര്യം ഭാവനയ്ക്ക് അതോടുകൂടി മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ മാനസ ഞങ്ങളിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഭാവനയ്ക്ക് ആ സമയം മനസ്സിലാവുകയാണ്. അങ്ങനെ ഭാവന പറയുകയാണ്, മാനസയെ നിങ്ങൾക്ക് വിട്ടുതരാൻ കഴിയില്ല. നിങ്ങളുടെ മകൻ സുനിൽ ശർമ്മ എവിടെയാണ് ഉള്ളതെങ്കിലും ഞങ്ങളത് കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതരാം. അതിന് ഞാൻ നിങ്ങളെ സഹായിക്കും, അല്ലാതെ മാനസയെ വിട്ടുതരില്ല എന്ന് പറയാണ്. അപ്പോൾ അതെന്താ നിങ്ങൾ മാനസയെ വിട്ടുതരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഭാവന ആ സത്യം അവരോട് പറയുന്നില്ല കേട്ടോ. മാനസ ഗർഭിണിയാണെന്നുള്ള കാര്യം അവരോട് പറയുന്നില്ല. അങ്ങനെ മാനസയുടെ സംസാരവും സത്യസന്ധതയും ഒക്കെ കാണുമ്പോൾ മോഹിനി ശർമ്മയ്ക്കും മഹേന്ദ്ര ശർമ്മയ്ക്കും ഭാവനയെ വിശ്വാസമാവുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന ഒരു അമ്മയാവാൻ പോകുന്നു എന്നുള്ള കാര്യം കേട്ടതോടുകൂടി മോഹിനി ശർമ്മയുടെ മനസ്സലിയുന്നുണ്ട്. ഭാവന അജയനെ കുറിച്ചും പ്രസീതയെക്കുറിച്ചും കൂടി പറയുകയാണ്. അവരെൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ നശിപ്പിച്ചവരാണ്, അതുകൊണ്ട് എനിക്ക് അവരെ സംരക്ഷിക്കാൻ ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സൂര്യയുടെ വീട്ടിൽ താമസിക്കാത്തത്. അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ സുനിൽ ശർമ്മയെ ഞങ്ങളൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. നിങ്ങൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് സുനിൽ ശർമ്മയെ അറിയുക പോലുമില്ല, ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടെത്തി തരാൻ ഞാൻ സഹായിക്കാം എന്ന് ഭാവന അവർക്ക് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മണി ശർമ്മയാണെങ്കിലോ ഭാവനയെ വിട്ടയക്കരുത് എന്ന് പറയുകയാണ്. ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പോലും നശിപ്പിക്കണം, ഇവളെ വിട്ടയക്കരുത്, ഇവളെ വിശ്വസിക്കരുത്, ഇവൾ അഭിനയിക്കുകയാണ് എന്നൊക്കെ പറയാണ്. മണി ശർമ്മ ഭാവനയുടെ മുഖത്ത് നോക്കി ഇവളുടെ കുഞ്ഞിനെ നശിപ്പിക്കണം എന്നുള്ള ആ വാക്ക് പറഞ്ഞതോടുകൂടി ഭാവനയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ മണി ശർമ്മയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. അതോടുകൂടി മണി ശർമ്മയ്ക്ക് ഭാവനയോട് പക കൂടുകയാണ് കേട്ടോ. അപ്പോൾ ഭാവനയെ അടിക്കാൻ വേണ്ടി മണി ശർമ്മ കൈ അങ്ങ് ഓങ്ങുമ്പോഴത്തേക്കും മോഹിനി ശർമ്മ പറയുകയാണ്, മഹേന്ദ്ര ശർമ്മയും വേണ്ട, അടിക്കണ്ട എന്നുള്ള കാര്യം പറയാൻ കേട്ടോ. ഭാവനയെ തൊട്ടുപോകരുത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. വേണ്ട, തൽക്കാലം ഭാവന പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ മകൻ എവിടെയുണ്ടെങ്കിലും കണ്ടെത്താൻ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞ് ഭാവനയെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഭാവന പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഈ നിൽക്കുന്ന മണി ശർമ്മയെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഇയാൾ അഭിനയിക്കുകയാണ്, ഇയാളെ കണ്ടാൽ തന്നെ അറിയാം. എനിക്ക് അഭിനയിക്കുന്നവരെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങൾ ഇവരെ വിശ്വസിക്കരുത്. ഇവർ നിങ്ങളുടെ പണത്തിന് വേണ്ടി നിങ്ങളെ വെറുതെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെ മണി ശർമ്മയെ കുറിച്ച് ഭാവന പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയും ഭാവന പറയുന്നതിൽ വാസ്തവമുണ്ടോ എന്ന് ഒരു നിമിഷത്തേക്ക് അവരൊന്ന് ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെ ഭാവന അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന പോകുന്ന സമയത്ത് ഒരു ഓട്ടോയിൽ കയറി പോവുകയാണ്. ആ സമയത്ത് ഭാവന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചു പോവുകയാണ് കേട്ടോ. സൂര്യയുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ആലോചിക്കുകയാണ്. ജയനിർമ്മല ഭാവനയോട് ചെയ്ത ദ്രോഹത്തെക്കുറിച്ചും പിന്നെ കോമാ സ്റ്റേജിൽ ആയതിനെക്കുറിച്ചും അത് കഴിഞ്ഞ് സൂര്യ മാനസയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങുന്ന സമയത്ത് ഭാവന സൂര്യ എന്ന് പറഞ്ഞ് വിളിച്ചതും അത് കഴിഞ്ഞ് ഭാവന ഒരു അമ്മയാവുന്ന സമയത്ത് ഭാവനയുടെ കുഞ്ഞിനെ കളയുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ചും എണ്ണയിൽ ചവിട്ടി ഭാവന താഴേക്ക് തെന്നി വീഴുമ്പോൾ മാനസ വന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ഭാവന പൊട്ടിക്കരയുകയാണ് കേട്ടോ. അപ്പോൾ ഭാവന ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് കരയുകയാണ്. അപ്പോഴാണ് ഭാവനയ്ക്ക് പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ഭാവനയ്ക്ക് പിന്നെ ഏട്ടാ എന്നങ്ങ് പറഞ്ഞ് ആ ഓട്ടോക്കാരനെ വിളിക്കാൻ ഒരുങ്ങാൻ പോലും കഴിയുന്നില്ല. അപ്പോഴത്തേക്കും ഭാവന തല ചുറ്റി നേരെ ഓട്ടോയിൽ തന്നെ വീണു പോവുകയാണ്. ഇതൊന്നും അറിയാതെ ഓട്ടോക്കാരൻ ഓട്ടോ ഓടിച്ചു പോവുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഓട്ടോക്കാരൻ ചോദിക്കുകയാണ്, മേഡത്തിന് എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒരു അനക്കവും ഒരു മിണ്ടാട്ടവും ഇല്ല എന്ന് കാണുമ്പോൾ ഓട്ടോക്കാരൻ ആ ഓട്ടോ നിർത്തിയ ശേഷം ഭാവനയെ തട്ടി വിളിക്കുകയാണ് കേട്ടോ. മേഡം എന്തു പറ്റി, മേഡം കണ്ണ് തുറക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സമയത്തൊന്നും ഭാവന കണ്ണ് തുറക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഓട്ടോക്കാരൻ ആകെ പേടിയാവുകയാണ്. അങ്ങനെ ഓട്ടോക്കാരൻ ഭാവനയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഓട്ടോക്കാരൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഹോസ്പിറ്റലിൽ കൊടുത്ത ശേഷം ഓട്ടോക്കാരൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവനയെ പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർ വരികയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഭാവന സിസ്റ്റർ മാധുരി ഡോക്ടറുടെ പേഷ്യൻ്റ് അല്ലേ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ആ കൂടെയുള്ള സിസ്റ്റർ പറയുകയാണ്, അതെ, മാധുരി സിസ്റ്റർ
സ്ഥലം മാറിപ്പോയത് ഭാവന സിസ്റ്റർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് പരിശോധിക്കുകയാണ്. അപ്പോഴാണ് ഭാവനയ്ക്ക് ബോധം വരുന്നത്. ഒന്ന് തുറന്ന് ഭാവന പരിസരമൊക്കെ നോക്കുകയാണ് കേട്ടോ. ഞാനിതിപ്പോൾ എവിടെയാണെന്നുള്ള ഭാവത്തിൽ. അങ്ങനെ ഭാവന ചോദിക്കുകയാണ് ഡോക്ടറോട്, ഡോക്ടർ ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എന്നെ ആരാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാവനയ്ക്ക് എന്താണ് സംഭവിച്ചത്, ഭാവനയെ ഒരു ഓട്ടോക്കാരനാണ് കൊണ്ടുവന്നത്, എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഓട്ടോയിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് തല കറങ്ങി, പിന്നെ എനിക്കൊന്നും ബോധമില്ല, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയാണ്. ഭാവന നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിക്കണം, ധാരാളം വെള്ളവും കുടിക്കണം, പിന്നെ മുഖത്ത് നല്ല തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ട്, വിറ്റാമിൻ്റെ കുറവ് നല്ല ഉണ്ട്, അതുകൊണ്ട് ഭാവന സിസ്റ്റർ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയട്ടോ. അങ്ങനെ മാധുരി സിസ്റ്ററിൻ്റെ പേഷ്യൻ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയട്ടോ. ഡോക്ടർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഇവിടെ നിന്നും സ്ഥലം മാറി, പിന്നെ ഞാൻ ഈ നാട്ടുകാരിയാണ്, എന്നെ കണ്ടിട്ടുണ്ടോ ഭാവന സിസ്റ്റർ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ആ ഞാൻ കണ്ടിട്ടുണ്ട്, സിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ഡോക്ടറെ കണ്ടിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ഭാവന പറയാണ് ഞാൻ ഇവിടെയുള്ള വിവരം എൻ്റെ ഭർത്താവിനെ ഒന്ന് അറിയിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്പർ കൊടുത്താൽ മതി ഈ സിസ്റ്ററുടെ കയ്യിൽ, സിസ്റ്റർ വിളിച്ച് പറഞ്ഞോളും എന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ ആണെങ്കിലും ഈ സമയം അജിത് സാറുമായിട്ട് സംസാരിക്കുകയാണ്. നമ്മൾ ട്രേസ് ചെയ്യുന്ന ആ ഫോൺ നമ്പർ ഒരു തവണ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നും ഒരു കോള് പോയത് ദുബായിലേക്കാണ്. അത് കേട്ടപ്പോൾ സൂര്യക്ക് അജയന് ഒരു സംശയം വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ് എനിക്ക് ഇപ്പോഴും ആ റാസ്കലിനെ തന്നെയാണ് സംശയമുള്ളത് സാറേ എന്ന് പറയുമ്പോൾ നീ അജയനെ കുറിച്ചാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതെ, അയാൾക്ക് ദുബായിൽ നല്ല പിടിപാടുണ്ട്, അയാൾ കുറേ കാലം ദുബായിലായിരുന്നില്ലേ, എനിക്ക് അയാളെ തന്നെയാണ് സംശയം, ഭാവനയെ കാണാതായതിൻ്റെ പിറകിൽ അയാളുടെ കൈയുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്, അനിരുദ്ധനും അയാളും ഇപ്പോൾ നല്ല കൂട്ടാണല്ലോ, അവർ തമ്മിൽ എന്തെങ്കിലും ഭാവനയെ തട്ടിക്കൊണ്ടു പോവാനുള്ള പ്ലാനുകളൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് സൂര്യ വീണ്ടും അങ്ങ് വിശ്വസിക്കാൻ കേട്ടോ. എന്നിട്ട് അജിത് സാറ് പറയുകയാണ് എത്രയും പെട്ടെന്ന് നമ്മൾ ഭാവനയെ കണ്ടെത്തുക തന്നെ ചെയ്യും, സൂര്യ ടെൻഷൻ ആവാതിരിക്കുക എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സൂര്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. സൂര്യയോട് ഭാവനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സിസ്റ്റർ വിളിച്ച് പറയുമ്പോൾ സൂര്യയ്ക്ക് വല്ലാത്ത സന്തോഷം വരികയാണ് കേട്ടോ. ഹൈവേ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, ഭാവന സിസ്റ്റർ ഇവിടെയുണ്ട്, ഞാൻ ഭാവന സിസ്റ്റർ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, ഞാൻ ഇവിടുത്തെ നേഴ്സാണ് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഭാവനയെക്കുറിച്ചുള്ള ആ ഒരു കാര്യം കേട്ടതോടുകൂടി സൂര്യയ്ക്ക് വല്ലാത്ത സന്തോഷം വരികയാണ്. അങ്ങനെ ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാമെന്ന് പറഞ്ഞു ഫോൺ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അജിത് സാറും സൂര്യയും കൂടി നേരെ ഹൈവേ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഭാവന എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവിടെ ട്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുകയാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, ഒരു ഓട്ടോക്കാരനാണ് കൊണ്ടുവന്നത്, നല്ലൊരു മനുഷ്യനായത് കൊണ്ടാണ് ഭാവനയെ അവിടെ ഉപേക്ഷിച്ച് പോവാതെ ഇവിടേക്ക് കൊണ്ടുവന്നത്, അയാളുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നിട്ടാണ് പോയത് എന്നൊക്കെ പറയാണ്. എപ്പോൾ വിളിച്ചാലും കാരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഭാവനയെ കാണാൻ വേണ്ടി സൂര്യ ഓടി ചെല്ലുകയാണ്, ഒപ്പം അജിത് സാറും ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവനയെ തട്ടി വിളിക്കുകയാണ്, ഭാവന എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ കണ്ണ് തുറന്ന് സൂര്യയെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ് ഭാവന നീ ഞങ്ങളെ വല്ലാതെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ, നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാവന ഓർമ്മയില്ലാത്തതുപോലെ അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ. സൂര്യ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയാണ്. നിന്നെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്, ഞങ്ങൾ CCTV ദൃശ്യത്തിലൂടെ നിന്നെ കൊണ്ടുപോയതൊക്കെ മനസ്സിലാക്കി, അവരുടെ ഓരോ നീക്കങ്ങളും അജിത് സാറ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അവരുടെ ഫോണൊക്കെ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഭാവന മനസ്സിൽ ചിന്തിക്കുകയാണ് സൂര്യയോട് ഇപ്പോൾ മഹേന്ദ്ര ശർമ്മയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്, അറിഞ്ഞുകൊണ്ട് എൻ്റെ സൂര്യയെ അപകടത്തിലേക്ക് ചാടിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, അവരൊക്കെ അധോലോകവുമായി ബന്ധമുള്ളവരാണെങ്കിൽ എൻ്റെ സൂര്യയെ തന്നെ എനിക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് തൽക്കാലം ഇതിനെക്കുറിച്ചൊന്നും ഞാൻ സൂര്യയോട് പറയില്ല എന്ന് തന്നെ അവന മനസ്സിൽ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ ആണെങ്കിലോ ഓരോന്നും ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭാവനയോട്, നിന്നെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്, അവരെക്കുറിച്ച് എന്തെങ്കിലും നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സൂര്യ ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, എനിക്ക് അവരെ അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത് തന്നെ, അവർക്ക് ആള് മാറി എന്നെ കൊണ്ടുപോയതാണ് എന്ന് പറയുമ്പോൾ നീ ഈ പറയുന്നതിൽ എന്തോ എനിക്കൊരു വിശ്വാസക്കുറവുണ്ട്, നീ എന്നോട് കള്ളം പറയാറില്ല, പക്ഷേ ഈ പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ അല്ല സൂര്യ ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് എന്ന് ഭാവന പറയട്ടോ. എന്നിട്ട് ഭാവന മനസ്സിൽ ചിന്തിക്കുകയാണ് തൽക്കാലം സൂര്യയോട് ഞാൻ ഇത് പറയില്ല, ഇപ്പോൾ തൽക്കാലം ഇതെല്ലാം മറച്ചു വെച്ചേ മതിയാവൂ, അല്ല എന്നുണ്ടെങ്കിൽ സൂര്യ അപകടത്തിലേക്കാണ് പോവുക എന്നൊക്കെയാണ് കേട്ടോ ചിന്തിച്ചു കൂട്ടുന്നത്. അങ്ങനെ സൂര്യയ്ക്ക് ഭാവന പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പറയുകയാണ് ഇനി ആരെയോ മനഃപൂർവ്വം രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്
പോലെ എനിക്ക് തോന്നുന്നു. നീ എന്തോ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് എന്ന് ഭാവനയോട് വീണ്ടും സൂര്യ പറയുകയാണ്. അപ്പോൾ മനസ്സിൽ ഭാവന ചിന്തിക്കുകയാണ്, സൂര്യ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. പക്ഷെ സൂര്യ, എന്നോട് നീ ക്ഷമിക്കണം, ഞാൻ ഈ കാര്യം ആരോടും പറയില്ല എന്ന് തന്നെ ഭാവന മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവർ പറഞ്ഞതുപോലെ ഞാൻ ആരും അറിയാതെ സുനിൽ ശർമ്മ എവിടെയാണ് ഉള്ളതെങ്കിലും അത് കണ്ട് അവരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുമെന്ന് ഭാവന ആ സമയം മനസ്സിൽ തീരുമാനിക്കുകയാണ്. എന്നിട്ട് മാനസയുടെ നീക്കങ്ങളൊക്കെ ഇനി ശ്രദ്ധിക്കണം എന്ന് ഭാവന തീരുമാനിക്കുകയാണ് കേട്ടോ. മാനസയ്ക്ക് സുനിൽ ശർമ്മ എവിടെയാണ് ഉള്ളതെങ്കിൽ അറിയാമെങ്കിൽ അത് കണ്ടെത്തിയേ മതിയാവൂ എന്ന് ഭാവന മനസ്സിൽ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഭാവനയുടെ ഈ സംസാരവും എല്ലാം തന്നെ കണ്ട് സൂര്യയ്ക്ക് ഒരു സംശയം വരികയാണ്. അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായി നിന്നാൽ മാത്രമാണ് ആരാണെന്നുള്ളത് എനിക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്, അതിന് നിന്റെ സഹായം വേണമെന്ന് പറയുമ്പോൾ ഭാവന വീണ്ടും പറയുകയാണ്, സൂര്യ എന്നെ ഒന്ന് വിശ്വസിക്കുക, അവർക്ക് ആൾ മാറി കൊണ്ടുപോയത് തന്നെയാണ്, അതുകൊണ്ടാണ് അവരെന്നെ വെറുതെ വിട്ടത്. എന്നോടിപ്പോൾ എല്ലാവർക്കും ദേഷ്യമായിട്ടുണ്ടാവും അല്ലേ സൂര്യ, എൻ്റെ അമ്മയ്ക്കും സേതുവേട്ടനും ഒക്കെ ദേഷ്യമായിട്ടുണ്ടാവും. അവരാരും പറഞ്ഞത് കേൾക്കാതെയല്ലേ ഞാൻ ആൻറ്റിയെ കാണാൻ വേണ്ടി അവിടേക്ക് വന്നത്. സൂര്യ പറയണ, ആൻറ്റിക്കും സേതുവേട്ടനൊക്കെ നല്ല ടെൻഷനായിട്ടുണ്ട് എന്ന് പറയട്ടെ. നിന്നെ കണ്ടെത്തിയ വിവരം എത്രയും പെട്ടെന്ന് ഞാൻ സേതുവേട്ടനെ വിളിച്ച് പറയട്ടെ. നിൻ്റെ അമ്മയൊക്കെ ആകെ ടെൻഷനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്, ഞാൻ എത്രയും പെട്ടെന്ന് അവരെ വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞ് സൂര്യ സേതുവിൻ്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യം പറയുകയാണ് കേട്ടോ. അങ്ങനെ സേതു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ഭാവന എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാവന ഒന്നും വിട്ടു പറയുന്നില്ല. ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭാവന കള്ളം പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഭാവന ഒന്നും വിട്ടു പറയുന്നില്ല. ഭാവന പറയുന്നത് അവളെ ആള് മാറി തട്ടിക്കൊണ്ടുപോയതാണ് എന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് അതിലെന്തോ ഒരു വിശ്വാസമില്ല സേതുവേട്ട എന്നൊക്കെ സൂര്യ പറയുകയാണ്. ഈ സമയം അജയനും പ്രസീതയ്ക്കും മാനസയുടെ കാര്യത്തിൽ ഒരു സംശയം വരികയാണ്. മാനസമോള് നമ്മളിൽ നിന്നും എന്തോ ഒരു രഹസ്യം മറച്ചു വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇത്ര ധൈര്യത്തോടു കൂടി നടക്കുന്നത് തന്നെ. സുനിൽ ശർമ്മയും മാനസയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്ന് മഹേന്ദ്ര ശർമ്മ പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാനസയിൽ എന്തോ ഒരു മാറ്റമുള്ളതായി എനിക്ക് തോന്നുന്നുണ്ട് പ്രസീതെ. നമുക്ക് അതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. മാനസ എന്താണ് നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്തിയേ മതിയാവൂ എന്ന് അജയൻ പ്രസീതയോട് പറയുകയാണ്. അപ്പോൾ പ്രസീതയ്ക്കും മാനസയിൽ ഒരു സംശയമുണ്ട്. ഏട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്, മാനസമോള് നമ്മളിൽ നിന്നും എന്തോ ഒരു രഹസ്യം മറച്ചു വെക്കുന്നുണ്ട്, അത് നമുക്ക് കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് പ്രസീതയും പറയുകയാണ് കേട്ടോ. അങ്ങനെ മാനസ മറച്ചു വെക്കുന്ന ആ രഹസ്യം അത് സുനിൽ ശർമ്മയുടെ കുഞ്ഞാണ് മാനസയുടെ വയറ്റിൽ വളരുന്നത് എന്നുള്ള രഹസ്യമായിരിക്കും.